ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ്. ഇടിയപ്പം നൂലപ്പം എന്നൊക്കെ പറയും, ഞങ്ങളെ നാട്ടിൽ ഇടിയപ്പം എന്നും പറയും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കണം. വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു 2 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട് ഞാൻ. ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം വെച്ച് ഇൻഡക്ഷൻ അടുപ്പുമ്മലാണ് വെച്ചേക്കണത്. അത് നന്നായി തിളച്ച് വരട്ടെ. നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് പൊടി ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെ പീച്ചാനൊക്കെ നല്ല സോഫ്റ്റായിരിക്കും. പിന്നെ ഇടിയപ്പം കഴിക്കാനും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളക്കണം കേട്ടോ. നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമ്മൾ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഫുള്ളായിട്ട് ഒഴിക്കരുത്. നമുക്ക് കുറച്ച് ആദ്യം പൊടി നനയാൻ പാകത്തിന് ഒഴിക്കുക. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒരേ പൊടിയുടെ ഇതനുസരിച്ചിരിക്കും. അപ്പം നനവ് ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വരും. അതാണ് കറക്റ്റ് അളവ് എത്രയാണെന്ന് പറയാൻ പറ്റാത്തത്. ഏകദേശം ഒരു നനവായിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇത് ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. വേഗം നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ അളവല്ല, ഒരിത്തിരി വെള്ളം കൂടി നിൽക്കണം. കുറച്ച് വെള്ളം കൂടി നിന്നാൽ നമുക്കപ്പോൾ നല്ല കുഴച്ച് നല്ല ഇതിൽ പീച്ചാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഭയങ്കരമായിട്ട് കുഴക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് കൂട്ടി കുഴച്ചൊരു ഇതാക്കിയെടുക്കാം. ചൂടുണ്ടാവും, നമുക്ക് കൈ കൊള്ളാണ്ട് ഊതിയിട്ടൊക്കെ കുഴക്കാം. ഇപ്പം തന്നെ ഒരുവിധം കുഴയായിട്ടുണ്ട്. എന്നാലും നമുക്കത് നല്ല ഇതിൽ കുഴച്ച് ഒരു റോള് പോലെ ആക്കിയെടുത്താലേ നമുക്ക് അച്ചിലേക്ക് ഇടാൻ തന്നെ സുഖം ഉണ്ടാവുള്ളൂ. ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട് നല്ലോണം. ഒരു നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടെടുക്കാം. അപ്പം നമുക്ക് അതിൽ നിന്ന് എടുത്ത് അച്ചിലേക്ക് ഇടാനും സുഖമായിരിക്കും.
ഇതാണ് അച്ച്. ഞാൻ ഇതിലേക്ക് കുറച്ച് അധികം അങ്ങനെ ഫുള്ളായിട്ട് കുത്തി നിറക്കണ്ട, എന്നാലും കുറച്ചൊരു ഇതിൽ ഇട്ട് കൊടുക്കാം. നിറയുന്ന വരെ ഇടാം. പിന്നെ നമ്മൾ ഇങ്ങനെ കുത്തി അമർത്തരുത്, അപ്പോൾ നമുക്ക് പീച്ചാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ഹോളുള്ള ചില്ലാവുമ്പോൾ നമുക്ക് നല്ല നൈസായിട്ടുള്ള നൂലപ്പം കിട്ടും കേട്ടോ. ആദ്യം വെച്ച് കൊടുക്കാം, അവിടെ നോക്കാം, കുറച്ചും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചിട്ട് പീച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു വട്ടം വെറുതെ ഒന്ന് പീച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് പീച്ചെണ്ണ കിട്ടുക. അത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇടിയപ്പം. പീച്ചെണ്ണ ആ ടൈമിൽ നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെക്കാം. ആ ഇഡ്ഡലി തട്ടുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പൊടി പാത്രത്തിൽ മുട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്, മുട്ടിപ്പിടിക്കുന്നതായില്ല. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതുമ്മൽ തേച്ച് കൊടുക്കാം. നമുക്ക് വേഗം ഇങ്ങനെ ഇടിയപ്പം വിട്ട് കിട്ടുകയും ചെയ്യാം പാത്രത്തിൽ നിന്ന്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വേഗം തന്നെ ചെയ്യാൻ പറ്റണൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ആവി വരാനാണല്ലോ, അപ്പോൾ അത് വെള്ളം എങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, നമ്മളെ പാത്രത്തിൻ്റെ ഇത് അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കുറേയൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ വെള്ളം വറ്റണതിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓണാക്കി അത് നന്നായി തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പൊടി പീച്ചെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഈ പാത്രത്തിലേക്ക് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പീച്ചെടുത്താൽ മതി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പീച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ല സിമ്പിളായിട്ട് പീച്ചാനും പറ്റും, നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വിട്ടൊന്നും പോകുന്നില്ല, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ സ്പോഞ്ച് സോഫ്റ്റ് ഇങ്ങനെ നല്ല ഇതിൽ കിട്ടും, സോഫ്റ്റായിട്ട്. ഇതുപോലെ എല്ലാ ഫുള്ള് പൊടി ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ വെറുതെ ഒന്ന് പീച്ച് എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതിട്ടാ. ഞാനിപ്പോൾ ഇങ്ങനെ സ്ഥിരം ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, അത് കാരണം ചെയ്തതാണ്. നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ മറ്റേതിനേലും ആദ്യത്തേലും കുറച്ച് സോഫ്റ്റ് കൂടുതലായിട്ട് നമുക്കിങ്ങനെ കിട്ടും.
പിന്നെ ആദ്യം തന്നെ വീഴ്ച ഇടിയപ്പം ഉണ്ടാക്കണേലും സോഫ്റ്റായിട്ട് നമ്മൾ ആദ്യം 2 പ്രാവശ്യം വീഴ്ചയാൽ നമുക്ക് കിട്ടും. ഞാനത് പൊടി ഫുള്ളും വീഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കും ഇത് ആ തട്ടിലേക്ക് പാത്രത്തേക്ക് പീച്ചിയാക്കാം. പച്ചയിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. നമുക്കത് പീച്ചെടുക്കാം. ഇനി നമുക്ക് പീച്ചാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് പീച്ചാൻ പറ്റും കേട്ടോ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട്. ഒരു വട്ടം ഇതാക്കി പീച്ച് കഴിഞ്ഞതല്ലേ, അപ്പം നമുക്ക് ഇപ്പോൾ ഈ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ പൊടി അച്ചിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൈയൊന്ന് കഴുകാം. അപ്പോൾ നമ്മളെ കൈമേലുള്ള പൊടി പോവും. അപ്പോൾ കഴുകി കളയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിന്നെ അച്ചു പിടിച്ച് നമ്മൾ പീച്ചുമ്പോൾ ആ അച്ചുമ്മലൊക്കെ പൊടിയാവും. പിന്നെ നമുക്ക് കഴുകാനും ബുദ്ധിമുട്ടാവും, ഉണങ്ങി പിടിക്കും. അതിനൊരു വൃത്തികേടാവും. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് പിന്നെ പീച്ചാം. ഇപ്പം നല്ല കറക്റ്റിൽ നല്ല നൂല് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് പീച്ചുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അടിയിലത്തെ തട്ടിൽ പീച്ചാം. അതായത് ഇങ്ങനെ ആദ്യം വെക്കണ തട്ടുണ്ടല്ലോ, അതിൽ പീച്ച് ആക്കിയാൽ നമുക്ക് ആദ്യത്തെ കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് ഇഡ്ഡലി പാത്രത്തേക്ക് വെക്കാം. എന്നിട്ട് രണ്ടാമത് വെക്കണ തട്ടിലേക്ക് പിന്നെ പീച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ, അപ്പം നമുക്ക് നല്ല റൗണ്ടിൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഉള്ളിലേക്ക് കയറുന്ന ചെറുതായി വെച്ച് കൊടുക്കാണ്ട് നമുക്ക് ജസ്റ്റ് വെറുതെ മൂടി വെക്കാം. ഇതിന് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് നമ്മൾ അടുത്തത് പീച്ചെടുക്കാം. വെറുതെ ഒന്ന് വെറുതെ വെച്ചാൽ മതി, ശരിക്കും മൂടി വെക്കണ്ട. നമുക്കിപ്പോൾ തന്നെ അടുത്തതും വെക്കേണ്ടതല്ലേ. എൻ്റെ അടുത്തതും ഞാൻ പീച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 250 ml ഒക്കെ ഒരു ഗ്ലാസ്സിൽ നമുക്കൊരു 10-11 ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 11 ഇടിയപ്പോളം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനെല്ലാം ചെറുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് 11 കൂടുതൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഒരളവിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതും പീച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഇഡ്ഡലി പാത്രത്തേക്ക് തുറന്നിട്ട് വെച്ച് കൊടുക്കാം. മറ്റേത് ആദ്യം വെച്ചത് കുറച്ചൊരു വേവായിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ മുകളിൽ വെക്കണത് ആദ്യം വെച്ച തട്ടുമ്പോൾ മുട്ടിയാലും കുഴപ്പമില്ല. ഇങ്ങനെ താഴ്ന്നു പോകാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ വേവാണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് വെക്കുമ്പോൾ ആദ്യം വെച്ചതിൻ്റെ മുകളിൽ കൂടെ പിന്നെ രണ്ടാമത് വെക്കണ തട്ട് വെച്ച് കഴിഞ്ഞാൽ
അത് നമ്മൾ പിരിച്ചേക്കണം. ഇടിയപ്പത്തുമ്പോൾ മുട്ടിക്കഴിഞ്ഞാലേ പിന്നെ അടിയിലേക്ക് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഒന്ന് അത് വെച്ച് ചെറിയൊന്ന് ആവി വന്നതിന് ശേഷം രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുക്കാം. നന്നായി അടച്ചു മൂടണം കേട്ടോ. നല്ല ടൈറ്റിൽ അടച്ചു മൂടണം. മൂടിയിട്ടൊരു 10 മിനിറ്റോളം അങ്ങനെ ഇരുന്ന് നല്ലോണം ആവി വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നെടുക്കാം. വേവുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചെറുതാവും എന്ന് പറഞ്ഞാൽ അടിയിലേക്കൊന്ന് ഇരിക്കും. അപ്പം നമ്മളെ ഇടിയപ്പം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലേക്കാക്കാം. നല്ല ചൂടുണ്ടാവും കേട്ടോ. കൈ പൊള്ളാണ്ട് അതൊക്കെ മാറ്റാം. ഞാനിപ്പോൾ ഗ്യാസ്ട്രോളിലാണ് വെക്കണം. അപ്പോൾ നമുക്ക് അടച്ചു മൂടി വെച്ചാൽ ഒരു കുറച്ച് നേരം ചൂടാറാണ്ട് നമുക്ക് ഇരിക്കും. അധികം നേരമില്ല, നമ്മൾ കഴിക്കുന്നത് വരെ എന്തായാലും അധികം ചൂടാറിയിട്ടുണ്ടാവില്ല. നമ്മളെ ഇടിയപ്പം ശരിയായിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.